കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. അസമിലും കേരളത്തിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ്. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4. തെരഞ്ഞെടുപ്പ് തീയതിക്ക് പിന്നാലെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ, ഒല്ലൂരിൽ മന്ത്രി K രാജൻ എന്നിവർ വീണ്ടും പോരിനിറങ്ങുമ്പോൾ കയ്പമംഗലത്ത് KK വത്സരാജ് കന്നിയംഗത്തിനിറങ്ങും. ടോൾ പ്ലാസകളിൽ ഹാഷ്ടാഗ് വാർഷിക പാസ് നിരക്ക് കൂട്ടി. ദേശീയപാത അതോറിറ്റി 3000 രൂപയിൽ നിന്ന് 3075 രൂപയാക്കിയാണ് വാർഷിക പാസ് നിരക്ക് വർദ്ധിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത്. അസമിലും കേരളത്തിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഏപ്രിൽ 29 വോട്ടെടുപ്പ് നടക്കുന്നത്. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be May 2026. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4 കേരളത്തിനൊപ്പം അസമും പുതുച്ചേരിയും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലെത്തും. ഏപ്രിൽ 23 തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 23 ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പും ഏപ്രിൽ 29 രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4 തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് SIRന് ശേഷം മാർച്ച് 13 വരെയുള്ള കണക്ക് പ്രകാരം 2.70 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇനിയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ സമയവും അവസരവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇനി വാശിയേറിയ പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. നാളെ മുതൽ മാർച്ച് 23 വരെ പത്രികകൾ സമർപ്പിക്കാം. സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 24 നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26. 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ് കേരളത്തിൽ ഇത്തവണ ആദ്യമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 1.38 കോടി സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 2.19 ലക്ഷം പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്തുടനീളം സജ്ജീകരിക്കും. നഗരമേഖലകളിൽ മാത്രം 6130 പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അതിവേഗം CPI. തെരഞ്ഞെടുപ്പ് തീയതിക്ക് പിന്നാലെ സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിച്ചു. 4 മന്ത്രിമാരും കളത്തിലിറങ്ങും. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ, ഒല്ലൂരിൽ മന്ത്രി K രാജൻ എന്നിവർ വീണ്ടും പോരിനിറങ്ങുമ്പോൾ കയ്പമംഗലത്ത് KK വത്സരാജാണ് കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ ചടുലമായി CPI സ്ഥാനാർത്ഥി നിർണയം നടത്തി. കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, കയ്പമംഗലം KK വത്സരാജ്, ഒല്ലൂർ K രാജൻ, തൃശൂർ ആലങ്കോട് ലീലാകൃഷ്ണൻ, നാട്ടിക ഗീതാഗോപി എന്നിവരാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. CPIയുടെ 4 മന്ത്രിമാരും ഇത്തവണ ജനവിധി തേടും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ട് തൊട്ടു പിന്നാലെയാണ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് മന്ത്രി GR അനിൽ വീണ്ടും ജനവിധി തേടും. ചിറയൻകീഴ് മനോജ് B ഇടമന, ചാത്തന്നൂർ R രാജേന്ദ്രൻ, ചടയമംഗലം J ചിഞ്ചുറാണി, പുനലൂർ അജയപ്രസാദ്, കഴുതാകപ്പള്ളി MS താര, അടൂർ പ്രിജി കണ്ണൻ, ഹരിപ്പാട് TS ജിസ്മോൻ, ചേർത്തല P പ്രസാദ്, വൈക്കം P പ്രദീപ്, പീരുമേട് സലീം കുമാർ, നോർത്ത് പറവൂർ ET ടൈസൺ, മൂവാറ്റുപുഴ N അരുൺ, പട്ടാമ്പി മുഹമ്മദ് മുഹ്സിൻ, മണ്ണാർക്കാട് മൻസിൽ അബൂബക്കർ, തിരൂരങ്ങാടി അജിത് കോളാടി, ഏർനാട് ഷഫീർ കീഴ്ശ്ശേരി, മഞ്ചേരി അനു മുസ്തഫ, നാദാപുരം P വസന്തം, കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവരാണ് മത്സരിക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പുറമെ മാളയിൽ VR സുനിൽകുമാർ റോഡ് ഷോ നടത്തി. 1300 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂരിൽ നടത്താൻ സാധിച്ചുവെന്നും വീണ്ടും ഇടതുപക്ഷം തന്നെ ഇവിടെ വിജയിക്കണമെന്നും സുനിൽകുമാർ അഭ്യർത്ഥിച്ചു. എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, സാധാരണ ക്ഷേമ പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങളെ തൊട്ടറിയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെ ഈ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് 10 വർഷക്കാലം ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ വികസന പ്രവർത്തനം തുടരും എന്നുള്ളത് തന്നെയാണ്
ഈ സമൂഹം വിലയിരുത്തപ്പെടുന്നത്. അതിന് ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് മാള ടൗണിൽ ആരംഭിച്ചത്. ഇതൊരു തുടർച്ചയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അരിവാൾ ധാന്യക്കതിരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഇത് കേട്ടു നിൽക്കുന്ന മതേതരത്വ ജനാധിപത്യ വിശ്വാസികളും അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മീഡിയ ടൈം മാള. ചുട്ടുപൊള്ളുന്ന വേനൽപ്പകൽ സാക്ഷി കാളിദാരിക യുദ്ധത്തിൻ്റെ പെരുമ്പറ മുഴക്കി ചെമ്പട്ടടിഞ്ഞ ശ്രീകുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടി. ഇനി ഭരണദിവസമായ ഞായറാഴ്ച വരെ ശ്രീകുരുമ്പക്കാവിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങും. പുലർച്ചെ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ ക്ഷേത്രത്തിലെത്തി ആദ്യ ദർശനം നടത്തി. കാണിക്ക് സമർപ്പിച്ചാണ് ഭരണീയാചാരങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇന്ന് ആയിരങ്ങളാണ് ശ്രീകുരുമ്പക്കാവിൽ എത്തിച്ചേർന്നത്. വേണാടൻ കൊടികൾ ഉയർത്തിയതോടെ ഭരണി ഉത്സവത്തിന്റെ ആരവമുയർന്നു. മുളംതണ്ടിൽ താളമിട്ട് ദേവീ സ്തോത്രങ്ങളും അമ്മേ ശരണം വിളികളും ഉയർന്നു. ഇനി ഭരണി ദിവസമായ ഞായറാഴ്ച വരെ ശ്രീ കുരുമ്പക്കാവിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങും. മീനമാസത്തിലെ തിരുവോണ നാളായ ഇന്ന് 11 മണിയോടെയാണ് ഭരണിയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ കോഴിക്കല്ലുമൂടൽ നടന്നത്. വടക്കേ നടപ്പന്തലിനോട് ചേർന്ന് വൃത്തത്തിലുള്ള 2 കോഴിക്കല്ലുകളും അവകാശികളായ ഭഗവതി വീട്ടിലെ പ്രതിനിധികൾ കുഴികുത്തിമൂടി മണൽത്തിട്ടയുണ്ടാക്കി ചെമ്പട്ട് വിരിച്ച് തച്ചോളി വീട്ടിലെ കോഴികൾ ഹാജരുണ്ടോ എന്ന് 3 തവണ വിളിച്ചു ചോദിച്ചു. ഈ സമയം ഹാജരുണ്ട് എന്ന് ഏറ്റുചൊല്ലി തച്ചോളി വീട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ നേർച്ചക്കോഴികളുമായി 3 തവണ പ്രദക്ഷിണം നടത്തി ചെമ്പട്ടിൽ കോഴികളെ സമർപ്പിച്ച് ചടങ്ങ് പൂർത്തിയാക്കി. ഇതോടെ ക്ഷേത്രം അധികൃതരും ഭക്തജനങ്ങളും ചെമ്പട്ടുകളും കോഴികളും മറ്റു വഴിപാടുകളും കോഴിക്കല്ലിൽ സമർപ്പിച്ചു. ചടങ്ങുകൾ പൂർത്തിയായതോടെ ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർത്തി. പുലർച്ചെ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ ക്ഷേത്രത്തിലെത്തി ആദ്യ ദർശനം നടത്തി കാണിക്ക സമർപ്പിച്ചാണ് ഭരണി ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ആയിരങ്ങളാണ് ശ്രീ കുരുമ്പക്കാവിൽ എത്തിച്ചേർന്നത്. 21-ാം തീയതി ശനിയാഴ്ച തൃച്ചന്തന ചാർത്തുപൂജയും അശ്വതിക്കാവുതിണ്ടലും നടക്കും. ഇതോടെ കോമരക്കൂട്ടങ്ങൾ മടക്കയാത്ര ആരംഭിക്കും. ഞായറാഴ്ചയാണ് ഭരണി. ഭരണി നാളിൽ ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് പള്ളിമാടത്തിൽ സങ്കല്പിച്ചിരുത്തും. പടിഞ്ഞാറേ നടയിൽ കൂശ്മാണ്ഡ ബലിക്ക് ശേഷം വടക്കേ നടയിൽ വെന്നിക്കൊടികൾ ഉയർത്തുന്നതോടെ ഭരണി ഉത്സവത്തിന് സമാപനമാകും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്ക് കൂട്ടി ദേശീയപാത അതോറിറ്റി. 3000 രൂപയിൽ നിന്ന് 3075 രൂപയാക്കിയാണ് വാർഷിക പാസ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും NHA വ്യക്തമാക്കി. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്ക് കൂട്ടി ദേശീയപാത അതോറിറ്റി 3000 രൂപയിൽ നിന്ന് 3075 രൂപയാക്കിയാണ് വാർഷിക പാസ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും NHIA വ്യക്തമാക്കി. 56 ലക്ഷത്തോളം പേരാണ് രാജ്യത്ത് ഫാസ്ടാഗ് വാർഷിക പാസ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ 200 തവണ ഫീസ് ഈടാക്കാതെ ടോൾ പ്ലാസകൾ കടക്കാം എന്നതാണ് വലിയ നേട്ടം. 2025 ഓഗസ്റ്റ് 15-നാണ് NHIA ഫാസ്ടാഗ് വാർഷിക പാസ് അവതരിപ്പിച്ചത്. ഈ പാസ് ദേശീയപാത ഉപയോക്താക്കൾക്ക് സുഗമവും താങ്ങാനാവുന്നതുമായ യാത്രാ ഓപ്ഷൻ നൽകുന്നതാണെന്നാണ് അഭിപ്രായം. ദേശീയപാതകളിലെയും ദേശീയ എക്സ്പ്രസ് വേകളിലുമുള്ള ഏകദേശം 1250 ടോൾ പ്ലാസകളിൽ വാർഷിക ഫാസ്ടാഗ് പാസ്സാണ് ഉപയോഗിക്കാവുന്നത്. മീഡിയ ടൈം, തൃശ്ശൂർ. വാർത്തകൾ ഒറ്റമുട്ടത്തിൽ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മാള ഏരിയ കൺവെൻഷൻ അഷ്ടമിച്ചറിയും നടന്നു. ജില്ലാ പ്രസിഡന്റ് KP വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. അത്രയേറെ പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതിയോ? നമ്മൾ കാഴ്ചക്കാരായി നിൽക്കേണ്ടവരല്ല. പകരം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സകലവിധ പ്രവർത്തനങ്ങളും ഒരു വാക്കബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും പറയാം.
വർഗബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പടയാളികളായിട്ട് മാറേണ്ടവരാണ് CNUവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. MM നൌഷാദ് അധ്യക്ഷനായിരുന്നു. KV ഉണ്ണികൃഷ്ണൻ, CS രഘു, IN ബാബു, മീന മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. ദൃശ്യകലാ സാംസ്കാരിക വേദിയുടെയും എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ദന്തപരിശോധന ക്യാമ്പും ആദരിക്കലും നടത്തി. ചെറിയപ്പള്ളി കാട്ടിക്കുളം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം NS മനോജ് ഉദ്ഘാടനം ചെയ്തു. ദേവൻ കൂട്ടുപുല്ലി അധ്യക്ഷനായി. KC ഹോച്ചിമീൻ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രമാ ശിവശങ്കരൻ, NS മനോജ് എന്നിവരെ ആദരിച്ചു. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെയും നേതൃത്വത്തിൽ റമളാൻ റിലീഫ് വിതരണവും അനുസ്മരണവും നടത്തി. KMCC, GCC കമ്മിറ്റിയുടെ സഹകരണത്തോടെ 1000ഓളം കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റ് വിതരണവും തിരഞ്ഞെടുത്തവർക്ക് പുതുവസ്ത്രവും മാസാന്ത പെൻഷൻ വിതരണവുമാണ് നടത്തിയത്. ചാമക്കാല മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി CA അബ്ദുൽ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കറിയ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി AM മൻസൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചന്ദ്രാപ്പനി പെരുമ്പടപ്പ സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സെൻറ്റ് ആനീസ് ചർച്ച് വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ ക്യാമ്പ് വിശദീകരണം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് കൊമ്പൻ, കൈക്കാരൻ ആൻ്റോണിയോ ജോസ് പുലിക്കോട്ടിൽ, സൊസൈറ്റി ജോയിൻറ്റ് സെക്രട്ടറി അനൂപ് ജോർജ് എലുവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപ്പള്ളി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ വിജ്ഞാന സദസ്സും ഗ്രന്ഥശേഖരം ഏറ്റുവാങ്ങലും നടത്തി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സിനി കിഷോർ അധ്യക്ഷത വഹിച്ചു. വായനശാലയിലേക്കുള്ള 250ഓളം പുസ്തകങ്ങൾ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് കൈമാറി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമോൻ, എഴുത്തുകാരി MU ഗിരിജ, ലൈബ്രറി നേതൃത്വ സമിതി കൺവീനർ PA ഷമീർ, KR ഷാജി, TN അജയകുമാർ, MM പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമളാൻ റിലീഫ് വിതരണവും ജനപ്രതിനിധികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. 3 പേരിക ലീഗ് ഹൗസിൽ നടന്ന ചടങ്ങിൽ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അർഷിത സാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കറിയ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ്, വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് നസീമ നൌഫൽ, പഞ്ചായത്ത് അംഗങ്ങളായ PM സൈനുദ്ദീൻ, നഹീദ സലീം, നസീമ മൊയ്തീൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി MA അബ്ദുൽ സക്കീർ, ഹസീന ഷാജഹാൻ, റസിയ നാസർ, സൽമ മാഹിൻ, ഇസ്ഹാഖ് പുഴങ്കരയില്ലത്ത്, വാഹിദ റാഫി, TK ഉബൈദു തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അതിന് സഹകാരികളും സമൂഹവും ജാഗ്രത പുലർത്തണമെന്നും തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് MK അബ്ദുൽ സലാം പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സഹകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് CR പമ്പ, TK ലാലു, അഡ്വക്കേറ്റ് CK പവിത്രൻ, സെക്രട്ടറി MK അനിതകുമാരി എന്നിവർ സംസാരിച്ചു. SM മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ജനറൽ സെക്രട്ടറി PK ഷംസുദ്ദീൻ, TM കുഞ്ഞുമൊയ്തീൻ എന്നിവർക്ക് സ്വീകരണവും ഇഫ്താർ സംഗമവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെൻ്റ് ഉദ്ഘാടനം ചെയ്തു. SM മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TM നാസർ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, അഡ്വക്കേറ്റ് PH മഹേഷ്, നൌഷാദ് ആറ്റുപറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. അസമിലും കേരളത്തിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ്. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4. തെരഞ്ഞെടുപ്പ് തീയതിക്ക് പിന്നാലെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊടുങ്ങല്ലൂരിൽ BR സുനിൽകുമാർ, ഒല്ലൂരിൽ മന്ത്രി K രാജൻ എന്നിവർ വീണ്ടും പോരിനിറങ്ങുമ്പോൾ കയ്പമംഗലത്ത് KK വത്സരാജ് കന്നിയംഗത്തിനിറങ്ങും. ടോൾ പ്ലാസകളിൽ ഹാഷ്ടാഗ് വാർഷിക പാസ് നിരക്ക് കൂട്ടി. ദേശീയപാത അതോറിറ്റി 3000 രൂപയിൽ നിന്ന് 3075 രൂപയാക്കിയാണ് വാർഷിക പാസ് നിരക്ക് വർദ്ധിപ്പിച്ചത്.
ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.